ചാനലിലേക്ക് സ്വാഗതം. KSR, KER, സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ ഗുരുവിള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് അധ്യാപകർ തയ്യാറാക്കേണ്ട ഏക ഔദ്യോഗിക രേഖയാണ് ക്ലാസ് അറ്റൻഡൻസ് രജിസ്റ്റർ. ആ ക്ലാസ് അറ്റൻഡൻസ് രജിസ്റ്റർ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിവരിക്കുന്നത്. ക്ലാസ് അറ്റൻഡൻസ് രജിസ്റ്റർ വർഷങ്ങളോളം സൂക്ഷിക്കേണ്ട ഒരു പെർമനന്റ് രേഖയാണ്, റെക്കോർഡാണ്. വിദ്യാഭ്യാസ ഓഫീസർ സ്കൂള് സന്ദർശിക്കുമ്പോൾ പരിശോധിക്കുന്ന രേഖ, DD ഓഡിറ്റിംഗ്, AG ഓഡിറ്റിംഗ്, സ്റ്റാഫ് ഫിക്സേഷൻ, കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കേണ്ട കുട്ടിയുടെ സാന്നിധ്യം തെളിയിക്കുന്നതിന് ഹാജരാക്കേണ്ട രേഖ എന്നീ നിലകളിലെല്ലാം ക്ലാസ് അറ്റൻഡൻസ് രജിസ്റ്റർ വളരെ പ്രധാനപ്പെട്ട രേഖ തന്നെയാണ്. ക്ലാസ് അറ്റൻഡൻസ് രജിസ്റ്ററാണ് ഒരു ക്ലാസ് റൂമിലെ പ്രധാനപ്പെട്ട രേഖ. വളരെ ശ്രദ്ധയോടെ, കൃത്യതയോടെ, സൂക്ഷ്മതയോടെ ഓരോ ക്ലാസ് അധ്യാപകരും കൈകാര്യം ചെയ്യേണ്ട രേഖയാണ് ക്ലാസ് അറ്റൻഡൻസ് രജിസ്റ്റർ. കുട്ടികളുടെ ഹാജർ, അവധിയെടുക്കൽ, പഠനത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ, കുട്ടിയുടെ പൂർണ്ണ വിവരങ്ങൾ, ആധാർ ഉൾപ്പെടെയുള്ളവ രേഖപ്പെടുത്തുന്ന രേഖയാണ് ക്ലാസ് അറ്റൻഡൻസ് രജിസ്റ്റർ അല്ലെങ്കിൽ പീപ്പിൾസ് അറ്റൻഡൻസ് രജിസ്റ്റർ. കുട്ടികളുടെ പഠന നിലവാരം, ഹാജർ നില എന്നിവയെ സംബന്ധിച്ച് രക്ഷിതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തുന്ന എപ്പോഴും ക്ലാസ് അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ അടിസ്ഥാനത്തിലാണ്. അക്കാഡമിക് ഇയർ തുടങ്ങുന്ന ജൂൺ മാസത്തെ അറ്റൻഡൻസ് പേജിൽ പ്രൊമോട്ടഡ് ഫ്രം ന്യൂ അഡ്മിഷൻ എന്ന ചുമന്ന മഷിയിൽ എഴുതി ഈ രണ്ട് ക്രമത്തിലും കുട്ടികളുടെ പേര് എഴുതേണ്ടതാണ്. തുടർന്ന് ജൂലൈ മാസം മുതൽ ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ചാണ് പേര് ക്രമീകരിക്കേണ്ടത്. ഓരോ ദിവസവും അറ്റൻഡൻസ് ബുക്ക് പരിശോധിച്ച് അറ്റൻഡൻസ് ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ക്ലാസ് ടീച്ചർ ഉറപ്പുവരുത്തേണ്ടതാണ്. സ്കൂളിൽ ഹാജരായ കുട്ടികളുടെ മാത്രമേ ഹാജർ രേഖപ്പെടുത്താവൂ. ഇല്ല എങ്കിൽ ഭാവിയിൽ ഇത് ക്ലാസ് ടീച്ചറിന് ബാധ്യതയായി മാറും. ഹാജർ രേഖപ്പെടുത്തുമ്പോൾ X എന്ന് വൃത്തിയായി രേഖപ്പെടുത്തുക. സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഫസ്റ്റ് പീരീഡിലും ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ആദ്യ പീരീഡിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഹാജർ രേഖപ്പെടുത്തേണ്ടതാണ്. വരാതിരിക്കുന്ന കുട്ടികൾക്ക് ആബ്സെന്റ് അല്ലെങ്കിൽ ലീവ് രേഖപ്പെടുത്തുക. അതാത് ദിവസത്തെ ഡെയിലി അറ്റൻഡൻസ്, ഇനിഷ്യൽ ഓഫ് ക്ലാസ് ടീച്ചർ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ സ്കൂൾ വിട്ടുപോകാവൂ. മാസ അവസാനം അറ്റൻഡൻസ് ബുക്കിൽ അതാത് മാസത്തെ കുട്ടിയുടെ മൊത്തം ഹാജർ ദിവസങ്ങളുടെ എണ്ണം, അതിനുശേഷം കുമുലേറ്റീവായി വരുന്ന നമ്പർ, തുടർന്ന് ഹാജർ ശതമാനം, ഇതെല്ലാം രേഖപ്പെടുത്തേണ്ടതാണ്. ഷീറ്റിലെ ലാസ്റ്റ് ഭാഗത്തെ ഡീറ്റെയിൽസ് എഴുതി ക്ലാസ് ടീച്ചർ സൈൻ ചെയ്ത് പ്രഥമാധ്യാപകൻ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അറ്റൻഡൻസ് ബുക്കിൻ്റെ മുകളിലെ എല്ലാ പേജിലും ക്ലാസ്, ഡിവിഷൻ, ഇയർ, മന്ത് എന്നിവ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തണം. അവധി ദിവസങ്ങൾക്കുള്ള കാരണങ്ങൾ എഴുതി മാർക്ക് ചെയ്യുക ചുമന്ന മഷിയിൽ. ബാക്കി സ്പേസ് ഉണ്ടെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് വേണം വരയ്ക്കാനായിട്ട്. 9-10 ക്ലാസ്സുകളിൽ ജൂൺ, നവംബർ സ്പെഷ്യൽ ഫീസ് വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. TC ഇഷ്യൂ ചെയ്യുന്ന കുട്ടിയുടെ നേരെ TC നമ്പർ ആൻഡ് ഡേറ്റ് ചുമന്ന മഷിയിൽ എഴുതുകയും സീരിയൽ നമ്പർ ചുമന്ന മഷിയിൽ റൗണ്ട് ചെയ്യുകയും ചെയ്യണം. അഡ്മിഷൻ രജിസ്റ്ററിലും ഇതേ രീതിയിൽ തന്നെ പ്രഥമാധ്യാപകർ രേഖപ്പെടുത്തലുകൾ നടത്തേണ്ടതാണ്. TC നൽകിയ കുട്ടിയുടെ പേര് തൊട്ടടുത്ത മാസം മുതൽ ഹാജർ പുസ്തകത്തിൽ എഴുതേണ്ട ആവശ്യമില്ല, എഴുതാൻ പാടില്ല. അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ ഫ്രണ്ട് പേജിൽ പൂർണ്ണ വിവരങ്ങൾ നൽകണം. ക്ലാസ് അധ്യാപകന്റെ പേര്, പെൻ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. ഫ്രണ്ട് പേജിൽ തന്നെ ഓരോ മാസത്തെ അബ്സ്ട്രാക്റ്റ് യഥാസമയം തന്നെ രേഖപ്പെടുത്തണം. വിദ്യാഭ്യാസ ഓഫീസർമാർ വന്ന് ആ ഫ്രണ്ട് പേജിലെ ഡീറ്റെയിൽസ് ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അറ്റൻഡൻസ് ബുക്കിലെ ആദ്യ പേജിൽ ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ പൂർണ്ണ വിവരങ്ങൾ, മാതാപിതാക്കളുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ എഴുതി ക്ലാസ് ടീച്ചർ സൈൻ ചെയ്യണം.
ചുവടെ ഹെഡ് മാസ്റ്റർ പ്രഥമ അധ്യാപകനും സൈൻ രേഖപ്പെടുത്തേണ്ടതാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫെബ്രുവരി മാസം വരെയാണ് അറ്റൻഡൻസ് നൽകേണ്ടത്. മാർച്ച് മാസം കുട്ടികളുടെ പേര് അറ്റൻഡൻസ് പേജിൽ എഴുതിയിട്ട് SSLC എക്സാം എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അറ്റൻഡൻസ് ബുക്കിൽ ഒരു കാരണവശാലും വൈറ്റ്നർ അടിക്കാൻ പാടില്ല, കുത്തി വരയ്ക്കാനായിട്ടും പാടില്ല. കഴിവതും ഒരേ മഷി തന്നെ ഓരോ മാസവും ഒരു കളർ തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓരോ ക്ലാസ് അറ്റൻഡൻസ് രജിസ്റ്ററും നിരീക്ഷിക്കുന്നത് വഴി ഓരോ ക്ലാസ് അധ്യാപകൻ്റെ താല്പര്യം, ആത്മാർത്ഥത, അർപ്പണ മനോഭാവം, കാഴ്ചപ്പാട്, നിരീക്ഷണം, അനുഭവ പാടവം തുടങ്ങിയവ മനസ്സിലാക്കാനായിട്ട് കഴിയും. താങ്ക് യു.